أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള പ്രിയ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്ന് തീരുമാനിച്ചുറച്ച് അതിനുവേണ്ടിയുള്ള കുറ്റമറ്റ ഒരുക്കങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്നതിനു വേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ ഈ ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അതിൻ്റെ അവസാനത്തിലേക്കെത്തി. ഞാൻ വിചാരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും അത്യാവശ്യം വിശദീകരണങ്ങളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും എന്നാണ്. ഹജ്ജ് ക്യാമ്പുകൾ ഒരുപാട് നടക്കും. ഹജ്ജ് ക്യാമ്പോ ക്ലാസ്സോ ഒക്കെ ആയിട്ട് ചില ക്യാമ്പുകളിൽ നമ്മൾ ചെന്നാൽ മനുഷ്യന് സാധ്യമല്ലാത്ത രീതിയിലുള്ള സൂക്ഷ്മതയുടെ പല മസലകളും പറഞ്ഞ് സങ്കീർണമാക്കി ഇത് എന്നെക്കൊണ്ട് നിർവഹിക്കാൻ കഴിയുമോ എന്ന അസ്വസ്ഥതയും വേവലാതിയും പരിധിക്കപ്പുറം നമ്മളിൽ സൃഷ്ടിച്ച് നമ്മെ വിടും. വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ മനുഷ്യനെ സങ്കീർണമാക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചും അവൻ്റെ വിലക്കുകൾ പരിഗണിച്ചുമാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ അതിൽ പാടുള്ളതെന്ത്, പാടില്ലാത്തതെന്ത്, ഇത് വളരെ ക്ലിയറാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കർമ്മം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഹജ്ജിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതിലിപ്പോൾ നമ്മൾ ദുൽഹജ്ജ് 8-ന് ഞാൻ അതിലേക്ക് ഇവിടെ വന്ന കാര്യങ്ങളിൽ ചിലതിലൂടെ ഓരോ വാചകങ്ങളിലൂടെ കയറി ഇറങ്ങി പോവുകയാണ്. ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനയിലെത്തുന്നു. 9-ന് ഉച്ച മുതൽ നിർബന്ധമായും മഗ്രിബ് വരെ, അസ്തമയം വരെ നമ്മൾ അറഫയിലുണ്ടാകുന്നു. രാത്രി നമ്മൾ മിനയിൽ മുസ്തലിഫയിൽ തങ്ങുന്നു. രാവിലെ അവിടെ നിന്ന് മിനയിലേക്ക് പോകുന്നു. 1-ാമത്തെ ജംറയിൽ എറിയുന്നു. ശേഷം പിന്നീട് തവാഫും മക്കത്ത് ചെന്ന് തവാഫും സാഴിയും ചെയ്യുന്നു, മുടിയെടുക്കുന്നു. ഈ കർമ്മങ്ങളുടെ ഓർഡർ പല സംഘങ്ങളും ഇതിൻ്റെ ഈ ക്രമത്തിൽ വ്യത്യാസം വരുത്തി. എന്ന് പറഞ്ഞാൽ അറഫാ ദിവസം അറഫയിലില്ലാതെ ഹജ്ജാവൂല, അത് നമുക്കറിയാം. നമ്മൾ അറഫയിൽ വരാതിരിക്കൂല. അതിൽ ഈ സർക്കാരിൻ്റെ ടീമിലൊക്കെ, ഞാൻ മുമ്പ് ഹജ്ജ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, സർക്കാരിൻ്റെ കെയർ ഓഫിൽ ഹജ്ജിന് പോകുമ്പോൾ മുമ്പൊക്കെ, ഇപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് എനിക്കറിയില്ല, ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഓരോ അവസാനത്തെ ആളെയും ഉന്തിത്തള്ളി പുറത്തിറക്കാനൊന്നും അവിടെ ആളുണ്ടാവില്ല. നമ്മുടെ പ്രൈവറ്റ് ടീമുകളുടെ അമീർമാർ നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് പോലെ, അല്ലെങ്കിൽ അമീറിൻ്റെ മുആവിൻ സഹായി നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് പോലെ ചിലപ്പം കൂടാൻ ആളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ റൂമിൽ ഇരിക്കുകയാണ്, അങ്ങനെ ഓരോ കഥയും പറഞ്ഞ് കാലും നീട്ടി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ വരും. അപ്പോൾ ഒരു ജാഗ്രത നമുക്ക് വേണം. ഞാൻ ഹജ്ജിന് ഇറങ്ങി പുറപ്പെട്ടതാണെന്നുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കർമ്മവും നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമില്ല. കാരണം ഇത് ഒരു വ്യക്തി ചെയ്യുന്ന സംഗതിയല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പോയ സഹാബിമാർ, ഞാൻ മുടിയെടുക്കുന്നതിന് മുമ്പ് തവാഫ് ചെയ്തു, അല്ലെങ്കിൽ തവാഫിന് മുമ്പ് മുടിയെടുത്തു, ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് വളരെ അസ്വസ്ഥതയോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, കുഴപ്പമില്ല,
ഓരോ പ്രശ്നം പറയുന്നവരോടും പറയുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം അത് അതിൻ്റെ ഉള്ളിൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ക്രമത്തിൽ പിന്നീട് അള്ളാഹിൻ്റെ റസൂൽ ഇടപെട്ടിട്ടില്ല. ചില അടിസ്ഥാന കർമ്മങ്ങൾ ഒഴിവായി പോകാൻ പാടില്ല. അത് അതിൻ്റെ മുൻഗണനാക്രമത്തിൽ നമ്മുടെ അവതരണത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, എൻ്റെ കർമ്മം നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു അസ്വസ്ഥതയേക്കാളേറെ എൻ്റെ കർമ്മം റബ്ബിന് സ്വീകാര്യമായ രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ, മനസ്സാ ഞാൻ അതിന് സന്നദ്ധമായിട്ടുണ്ടോ, എൻ്റെ ജീവിതം അതിന് പറ്റുന്നതായിരുന്നോ, ഞാൻ യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് അവൻ്റെ വജ്ഹ് കാക്ഷിച്ച് ചെന്നതാണോ? ഈ ആരാധനാകർമ്മങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ നോമ്പിലായിരുന്നു. നോമ്പ് 29 വരെ നോമ്പെടുത്തു. 29 മാസപ്പിറവി കണ്ടു. 30 നമ്മൾ പെരുന്നാളാക്കി. അപ്പോൾ 29 വരെ പകല് ഭക്ഷണം കഴിക്കാൻ നമുക്ക് അനുവാദമില്ല. 30 പകല് ഭക്ഷണം കഴിക്കൂല എന്ന് തീരുമാനിക്കാനും നമുക്ക് അനുവാദമില്ല. ഇനി നിസ്കാരത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾ ഹജ്ജിന് നമ്മൾ ചെല്ലുന്നു, കുറേ കർമ്മങ്ങൾ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യണത്? എന്താണ് 7 ഏറ്? എന്തിനാണ് ഒന്നാമത്തെ ദിവസം ഒരു സ്ഥലത്ത് മാത്രം 7 ഏറുള്ളൂ, പിന്നെ 3 സ്ഥലത്തുണ്ട്, എന്തിനാണിത് 7 ആക്കിയത്? ഇതെല്ലാം കൂടി ഒന്നിച്ച് 7 കല്ലും എടുത്തിട്ട് ഒറ്റ ഏറ് എറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ദിവസം 3 ദിവസം മിനയിലുണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസത്തെ പിന്നെ ഏറ് 3 ദിവസത്തോം കൂടി ഒന്നിച്ച് പറ്റുമോ? ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇതിൽ നമുക്ക് വല്ല പിന്നെ സ്വാതന്ത്ര്യമുണ്ടോ ഗവേഷണത്തിന്? അപ്പൊ ഈ ആരാധനാകർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ചാൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. 3 കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ എന്നോട് കൽപ്പിക്കാൻ അധികാരമുള്ളവനാണ് പ്രപഞ്ചനാഥൻ. അങ്ങനെ അവൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പകല് ഈ ചൂട് കാലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുക്കണം. അപ്പൊ ഈ കൽപ്പന നമ്മോട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു എന്ന ഈ കൽപ്പന നമ്മോട് നൽകിയ ഇതുപോലെ സമാനമായി നമ്മോട് കൽപ്പിക്കാൻ വേറെയും കേന്ദ്രങ്ങളുണ്ട് എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ, റിസ്ക് ഉള്ള കൽപ്പന അള്ളാന്റെ അടുത്തുനിന്ന് വരുമ്പോൾ നമ്മൾ ആ മറ്റേ കേന്ദ്രത്തിൽ പോയി ചോദിക്കും, അല്ല ഉച്ചവരെ പറ്റുമോ? അപ്പൊ ആ കേന്ദ്രം നമുക്ക് ഇളവ് തരും. അങ്ങനെ ഇല്ലല്ലോ, റബ്ബ് കൽപ്പിച്ചോ അത് ചെയ്യാം. അപ്പൊ ഇങ്ങനെ എന്നോട് കൽപ്പിക്കാൻ അധികാരമുള്ളവനായി അള്ളാഹ് മാത്രമേ ഉള്ളൂ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ദുൽഹജ്ജ് 8 നിങ്ങൾ മിനയിലെത്തണം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ദുൽഹജ്ജ് 9 നിങ്ങളെ അറഫയിൽ കാണണം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. പിന്നെ മുസ്തലിഫയിൽ രാപ്പാർക്കണം. ഈ രാപ്പാർക്ക് എന്നൊക്കെ പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളാവുമ്പോൾ മുസ്തലിഫയിൽ എത്താൻ അവിടെ നിന്ന് അത് മഗ്രിബ് ഇശയൊക്കെ നിസ്കരിക്കുമ്പോഴേക്ക് നിങ്ങളെ യാത്ര പുറപ്പെടാൻ ചിലപ്പം അമീർ പറയും. അപ്പൊ ഈ ക്ലാസ്സിൽ പറയുന്ന പെർഫെക്ഷനിലായിരിക്കൂല ചിലപ്പോൾ നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ യാത്രാ ട്രിപ്പ് നിയന്ത്രിക്കുന്ന അമീർമാരോട് മത്സരിൽ പിടിച്ച് ഞങ്ങൾക്ക് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ഇങ്ങനെയാണ് ക്ലാസ് നിർദ്ദേശം കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് അനങ്ങൂല എന്ന് വാശി പിടിക്കരുത്. അതായത് ഞാനിതിൻ്റെ ഇടയിൽ പറയാണ്, വളരെ കൃത്യമായും ഓരോ സംഘവും അവരവരുടെ അമീർമാരെ കൃത്യമായും അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ യാത്രാ സംഘം മൊത്തം പ്രയാസത്തിലാകും. നമ്മളൊരൊറ്റ സംഘത്തിൽ പോകുന്നവരെല്ലാം പല സംഘത്തിൽ പോകുന്നവരാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പൊതുവായ ഹജ്ജിന്റെ ചൈതന്യവും പൊതുവായ അതിൻ്റെ രൂപവും പൊതുവായ അതിൻ്റെ സൂക്ഷ്മതയും മുന്നൊരുക്കവുമാണ്. നിങ്ങളുടെ ഓരോ ട്രിപ്പിൻ്റെയും രീതി അനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കവും അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉണ്ടാകും. ആ നിർദ്ദേശങ്ങൾ അവിടെ നിന്നുള്ളതാണ് നിങ്ങൾ പാലിക്കേണ്ടത്, ഇവിടുത്തെ നിർദ്ദേശങ്ങളല്ല. ഈ ഒരു കാര്യം നമുക്ക് ബോധ്യമുണ്ടാവേണ്ടതാണ്. ഞാൻ ആ പറഞ്ഞിടത്തേക്ക് തന്നെ പോകാം. അതായത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൽപ്പിക്കാൻ റബ്ബിനെ അധികാരമുള്ളൂ. അങ്ങനെ അധികാരമുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ സമ്മതിക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. റബ്ബിൽ നിന്ന് വരുന്ന ഏത് കൽപ്പനയും ഈ വിധം അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. മൂന്നാമത്തെ കാര്യം, റബ്ബിനെ ഇങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷിക്കാനും അനുസരിച്ചാൽ രക്ഷിക്കാനും കഴിവുള്ളവനാണ് റബ്ബ്. ഈ 3 കാര്യവും നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. ഈ 3 കാര്യവും നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സക്കാത്ത് നൽകുന്നത്. ഈ 3 കാര്യവും നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് 5 നേരവും. അതുപോലെ തന്നെയാണ് ഹജ്ജും. ഇന്നമാക്കാന ഇത് ഈ ആരാധനാ കർമ്മങ്ങളിൽ മാത്രമുള്ള ഒരു നിലപാടല്ല, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന നിലപാടാണ്.
എന്ത്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീഅനാ വഅതഅനാ. സത്യവിശ്വാസികൾ ഈ ഒരു നിലപാടുകാർ മാത്രമായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി. അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും വിളിക്കപ്പെട്ടാൽ അവരുടെ നിലപാട് എന്താണ്? ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. ഇതാണ് നമ്മുടെ നിലപാട്. അള്ളാഹു നിങ്ങളെ എവിടേക്കൊക്കെ വിളിച്ചോ അവിടെയൊക്കെ നമ്മൾ ചെന്നു. എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് മുഴുവനും നമ്മൾ ചെയ്തു. അതൊക്കെ ആ വിളിക്കൊക്കെ ഉത്തരം ചെയ്തതും ആ കൽപ്പനകളൊക്കെ ആ നടപ്പിൽ വരുത്തിയതും എല്ലാം നമ്മൾ വിനീത വിധേയരായ ദാസനായിക്കൊണ്ട് അനുസരിച്ചതും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ മുഴു സമയവും നിലനിൽക്കണം, ജീവിതം നിലനിർത്തണം എന്ന ഒരു വികാരം നമ്മളിൽ ഉണ്ടാക്കണം. അതാണ് മുഴുവൻ ആരാധനകളുടെയും സാക്ഷാൽ ഉദ്ദേശ്യം. ഈ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖീഹ് ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആർ അള്ളാഹുവിനെയും അള്ളാഹുവിനെ അറിയും റസൂലിനെയും അനുസരിക്കുന്നുവോ, അവനെ ഭയപ്പെടുന്നുവോ, അവന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നുവോ, അതാണ് ജീവിത വിജയത്തിന്റെ മാർഗം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഹജ്ജിന് പോകുന്ന ഒരാള് ഈ ഹജ്ജ് യാത്രയിൽ എൻ്റെ ഇന്ന കർമ്മം നഷ്ടപ്പെടുമോ, ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ വിട്ടുപോകുമോ, അത് ഓർമ്മയില്ലാതായി പോകുമോ എന്ന് ബേജാറാകേണ്ട ഒരു കാര്യവുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു ചെയ്യുന്നതായതുകൊണ്ട് അള്ളാഹ് തന്നെ പറഞ്ഞത് സുമ്മ ഹഫീളു മിൻ ഹൈസു അഫാളൻ നാസ്. പിന്നെ നിങ്ങൾ ജനം ഒഴുകുന്നതനുസരിച്ച് അങ്ങനെ ഒഴുകിക്കോ, ഒരു കർമ്മവും നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോ കാരണം അതെല്ലാവരും കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ നഷ്ടപ്പെടുമോ എന്നല്ല, കർമ്മങ്ങളുടെ ചൈതന്യം അനുസരിച്ച് ഇത് നിർവഹിച്ച് ആ നിർവഹണത്തിന് ശേഷം ആ ചൈതന്യത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയുമോ, ഇതിലാണ് വേവലാതി വേണ്ടത്. അവിടെയാണ് അസ്വസ്ഥത വേണ്ടത്. അതിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. ഇതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. ക്ലാസ്സുകളിലെ വിശദാംശങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വന്നു. അതനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഈ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു സംഗതി, ഇബ്രാഹിം നബിയാണല്ലോ നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതിനെക്കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, ഈ കഅബയുടെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, ആ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല അസ്വസ്ഥപ്പെട്ടത്, മാത്രമല്ല ചിന്തിച്ചത്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ഓരോ വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ ഒരു പക്ഷേ ഇവിടെ നേരത്തെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അപ്പം ഹജ്ജിന് പോകുന്ന നമ്മളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രം, ഹജ്ജിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയോടെ ചെയ്യണം എന്നതൊഴിച്ചാൽ പോകുന്നതിന് മുമ്പും പോയി വന്ന ശേഷവും നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. വിശേഷിച്ച് ഇന്ന് നമ്മുടെ വളരുന്ന തലമുറകളെ കുറിച്ച് ഒരുപാട് അസ്വസ്ഥതകൾ പങ്കുവെക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച്, രക്ഷിതാക്കളായ ആളുകൾ അവരുടെ കീഴിലുള്ളവരെ കുറിച്ച് കൂടുതൽ അസ്വസ്ഥരാവണം. നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ, നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, നമ്മൾ വീട്ടിൽ ഔട്ടാണെങ്കിൽ നമ്മൾ നാളെ സ്വർഗത്തിലും ഔട്ടായിരിക്കും എന്ന് വിചാരിക്കേണ്ടതായിട്ട് വരും. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അങ്ങനെയാണ് അള്ളാഹ് പറയുന്നത്. കുടുംബനാഥന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കുടുംബനാഥനോട് അള്ളാഹ് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്നാണ്. സ്വന്തം തടി സലാമത്താക്കിയാൽ പോരാ. അപ്പോ നമ്മൾ പോകുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും വസിയത്തുകളും കൊടുക്കണം. നമ്മൾ അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്നാൽ ഈ ഒരു നല്ല മനസ്സോടെയും ബോധത്തോടെയും ഈ കുടുംബത്തെ തന്നെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ, വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പോ യാക്കൂബ് നബിയുടെ കഥ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളൊക്കെ പഠിച്ചു വെക്കണം എന്ന് എനിക്ക് വേറെ അഭിപ്രായമുണ്ട്. യാക്കൂബ് നബിയുടെ മക്കളെ കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം, വേറെ മക്കളുണ്ട്. സൂറത്ത് യൂസുഫിൽ സാമാന്യം വിസ്തരിച്ചു വന്നിട്ടുണ്ട്. യാക്കൂബ് നബിയുടെ മുഴുവൻ പ്ലാനിങ്ങിനെയും അട്ടിമറിക്കുന്ന പല വികൃതികളും ഈ കുട്ടികൾ കാണിക്കുന്നുണ്ട്. എന്നാലും അവസാനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന പ്രതിതുല്യമായ ഒരു മനസ്സ് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്.
എന്നിട്ട് ആ മക്കളോട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വസിയത്ത് ചെയ്യുമ്പോൾ മക്കൾക്ക് വാപ്പാനും വല്യപ്പാനും വല്യപ്പാൻ്റെ ഉപ്പാനും ഒക്കെ പരാമർശിച്ചിട്ട് ഞങ്ങൾ ആ വഴിയിലുണ്ടാകും എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വാപ്പാൻ്റെ ഇലാഹ ആരായിരുന്നു, വല്യപ്പാൻ്റെ ഇലാഹ ആരായിരുന്നു, വല്യപ്പാൻ്റെ ഉപ്പാൻ്റെ ഇലാഹ ആരായിരുന്നു എന്നൊക്കെ മക്കൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തടി കാക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമല്ല ഉള്ളത്, അതിനപ്പുറം ചില ഉത്തരവാദിത്വങ്ങളും കൂടി ഉണ്ട്. അതും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വരണം, അതും നിങ്ങളുടെ ആലോചനയിൽ വേണം, അതും നമ്മുടെ പരിഗണനയിൽ ഉണ്ടാവണം. ഒരുപാട് വിശദാംശങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആകെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണം. അതിൻ്റെ കൂടെ കുട്ടികളെ കിടപ്പറയിൽ സ്ഥലങ്ങളിൽ വേർപ്പെടുത്തി കിടത്തണം എന്നുണ്ട്. ഇരിക്കട്ടെ, ആ നിർദ്ദേശം ഒരു രക്ഷിതാവ്, മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരും ഫലപ്രദമായി അവരുടെ വീടുകളിൽ നടപ്പിലാക്കിയാൽ 7 വയസ്സാവുമ്പോൾ, 8 വയസ്സാവുമ്പോൾ, 18 വയസ്സാവുമ്പോൾ, 28 വയസ്സാവുമ്പോൾ, അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മകനും മക്കളും ആ മക്കൾ തന്നെ വലിയ കുട്ടികളായാലും ഒരു അസമയത്തൊരു നമ്മളെ മകനെ കയറി വരുമ്പോൾ അജ്ജി നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ പറ്റണം. ഓനിപ്പോൾ താടിമീശൊക്കെ വന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ മോനോട് നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുക, ഇങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ ഇത് തുടക്കം മുതലേ ജാഗ്രത പുലർത്തിയാൽ ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല. മക്കളോട് സലാം പറയുക, ഭാര്യനോടും മക്കളോടും വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയാം. ചെറുപ്പം മുതലേ ഇത് ശീലമാണെങ്കിൽ മക്കൾ നമ്മോടും സലാം പറയും, നമ്മൾ മക്കളോടും സലാം പറയും. ഇത് ശീലമില്ലെങ്കിൽ പിന്നെ സലാം പറയാന്ന് പറഞ്ഞത് വലിയൊരു സംഭവമായിരിക്കും. വരുമ്പം വഴിയിൽ നിന്ന് തീരുമാനിക്കും, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വാപ്പാനോട് മുഖത്ത് നോക്കിയിട്ടാണ് സലാം പറയണം. വാപ്പാൻ്റെ ഇരിപ്പും ഇപ്പോൾ കൂടി കണ്ടു നോക്കുമ്പോൾ ഇവന് അവിടെ അപ്പം ഒരു മട്ടൻ തോന്നണില്ല, അപ്പുറത്ത് കൂടി പോയിട്ട് ഉമ്മാനോട് സലാം പറഞ്ഞു. ഞാൻ തമാശ പറയല്ല, അങ്ങനത്തെ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയണത്, ഈ ശീലങ്ങൾ നമ്മുടെ വീടുകളിൽ അതിൻ്റെ അഴസിലുകളിൽ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് മക്കൾ അതിൽ വളരണം. അപ്പം ഇങ്ങനെ എത്ര വലുതായാലും മോൻ പെണ്ണെട്ടി അവന് കുട്ടികളായി, അപ്പോഴും നമ്മൾ ആ ഹയാത്തിൽ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ഓന് പിറവ് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇപ്പം നിസ്കാരം മറന്ന, ഈ നേരത്തെ എന്താ ഇവിടുന്ന് എടാ ഇജ് അസർ നിസ്കരിച്ചിരുന്നോ അല്ലെങ്കിൽ ഇജ് നിസ്കരിച്ചോ എന്ന് അവരുടെ മകളെയും അയാളുടെ മക്കളെയും ഭാര്യയെയും ഒക്കെ കേൾക്കെ ചോദിച്ചാലും ഒരു പ്രശ്നമില്ലാത്തൊരു ഗാർഹിക അന്തരീക്ഷം ഉണ്ടാക്കണം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക എന്ന ആ പ്രാർത്ഥന ഒരുപാട് അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിനനുസരിച്ച് നമ്മുടെ ഗാർഹിക രംഗം ചിട്ടപ്പെടുത്തണം. എന്നിട്ട് അവരെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. വല്ലദീന ആമനു വതബഅതുഹും ദുരിയതഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുരിയതഹും വമാ ലത്നാകും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്ത് തൂറിൽ സ്വർഗത്തിലെത്തിയ ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട് അല്ലാഹു. നിങ്ങൾ മുസാഫ് എടുത്തിട്ട് നോക്കൂ. വഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസഅലൂൻ. അവർ സ്വർഗാരാമങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ സോഫാ സെറ്റുകളും ചാരുമഞ്ചങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും എല്ലാം കൂടി കണ്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പിന്നെ ഇവർ പരസ്പരം ഇരുന്നിട്ട് പരിചയപ്പെടുകയാണ്. അക്ബല ബഅദുഹും അലാ ബഅദിൻ യതസഅലൂൻ. നിങ്ങളെങ്ങനെ എല്ലാവരും വന്നത്? നിങ്ങൾ ആരൊക്കെയോ ഉള്ളത്? അല്ല, ഞങ്ങളെ ചെറിയ മോനുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുള്ള മോന്, ഞങ്ങളെ കൂടെ എമിഗ്രേഷനിലുണ്ടായിരുന്നു. അല്ല, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതാണ്. എമിഗ്രേഷൻ്റെ ക്യൂലും ഉണ്ടായിരുന്നു. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മളെ മൂത്ത മോളുണ്ടായിരുന്നില്ലേ, ഓളെ ഒരു വിവരവും. ബോർഡിംഗ് പാസ്സിൽ തന്നെ ഓനക്കെന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇഷ്യൂ ആയിട്ടില്ല. നിങ്ങളെ സ്ഥിതി എന്താ? ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അത് ഇരിക്കണം, മക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റിയത്? അപ്പോൾ ഈ രക്ഷിതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് ഇവിടെ വെച്ചിട്ട് വെപ്പളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ മുമ്പേ, ഞാനിപ്പോൾ ആയത്തോതാൻ നിൽക്കാത്തത് സമയം ചോദിക്കാനാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് മുസാഫ് എടുത്തിട്ട് സൂറത്ത് തൂർ നോക്ക്. അക്ബല ബഅദുഹും അലാ ബഅദിൻ യതസഅലൂൻ എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ആ കുടുംബങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന രംഗം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ചാണ് കുടുംബജീവിതം സെറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ളവരായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ റബ്ബിനെ ഭയപ്പെടുന്ന ഒരു സംസ്കാരമാണ് വളർത്തിയത്. അതുകൊണ്ട് റബ്ബ് ഞങ്ങളോട് ഔദാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്രസ്താവനകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്, അവതരണത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. വല്ലദീന ആമനു വതബഅതുഹും ദുരിയതഹും ബിഈമാനിൻ. വിശ്വസിച്ചവരും വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നവരും അൽഹഖനാ ബിഹിം ദുരിയതഹും, നാം ഇവരെ അവരോടൊപ്പം ചേർക്കും. അപ്പൊ സ്വർഗത്തിലും ഫാമിലി സ്റ്റാറ്റസ്, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് അതിനാണ്.
അതിനുവേണ്ടിയുള്ള പലവിധ ഒരുക്കങ്ങളിലെ ഒരൊരുക്കം മാത്രമാണ് ഹജ്ജ്. അതുകൊണ്ട് സകുടുംബം സ്വർഗത്തിലെത്തണം, സകുടുംബം സ്വർഗത്തിലെത്തണം എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തോട്, ഇതിനാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. അല്ലാതെ 6 മക്കളുള്ള വാപ്പാന്റെ 6ാമത്തെ മോൻ എനിക്ക് 2 കുട്ടികൾ മതി എന്ന വിവരം കെട്ട തീരുമാനം എടുക്കുന്നതിനല്ല ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞത്. ആ തീരുമാനം മൂപ്പരെ വാപ്പന്നെ എടുത്തിരുന്നെങ്കിൽ ഈ ഷർറന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ ഗൗരവത്തിൽ രക്ഷിതാക്കൾ, ഹാജിമാർ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ യാത്രക്ക് മുന്നേയും പോയി വന്നതിന് ശേഷവും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുള്ളതുപോലെയുള്ള ഒരു ചിട്ട ആ വീട്ടിലുണ്ടാവണം. ആ വീട്ടിലെ മുതിർന്നവരാരോ അവരെ നിങ്ങളെ ലീഡർഷിപ്പ് ഏൽപ്പിക്കണം. നിങ്ങൾക്ക് ആ വീട്ടിലൊരു ലീഡർഷിപ്പ് ഉണ്ട്. നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ഇമാറത്തുണ്ട്. അത് നിങ്ങൾ പിന്നെ ഇളയ മക്കളൊക്കെ വിളിച്ചിട്ട് പറയണം, എന്താ ഇന്ന മൂത്ത മോൻ ഇതാ ഇവൻ പറയണത്, ഇവന് കാര്യങ്ങൾ ഇവനോട് കൂടി ആലോചിച്ച് ചെയ്യണം, ഇവൻ പറയും പോലെ ചെയ്യണം, അനുസരിക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ആലോചിച്ചിട്ട് പൊതുവെ സ്വീകാര്യമായതെന്തോ അതനുസരിച്ച് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ നിർദ്ദേശിക്കണം. നിങ്ങൾ പോകുന്നതിന് പിന്നെ മുമ്പ് നിങ്ങൾ അവിടെ ഉള്ളപ്പോൾ എത്ര ചിട്ടയാണോ വീട്ടിലുള്ളത്, അത് പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കൂടുതൽ നല്ല ഒരു കെട്ടുറപ്പിലേക്ക് മാറണം. അപ്പോൾ അതും നമ്മളുടെ പരിഗണനയിലുണ്ടാവണം. 3-ാമത്തെ ഒരു വശം, നമ്മളുടെ മുസ്ലിം ഉമ്മ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മളെ പലരും ഉപദേശിച്ചു, പള്ളി വിട്ടുകൊടുത്തിട്ട് എങ്ങനെയും പ്രശ്നം തീർക്കുകയും. ഇതൊരു പള്ളിയുടെ പ്രശ്നമായിരുന്നെങ്കിൽ അതിപ്പോൾ വിട്ടുകൊടുത്തു, തീരേണ്ടതാണ്. അപ്പോൾ അടുത്ത പള്ളി അവങ്കര മൂത്രപ്പര സകലത്തിൻ്റെയും മടിക്കല്ല് മാന്തി ചിലതൊക്കെ ബുൾഡോസർ വെച്ച് പൊളിച്ച്. അപ്പോൾ അത് ഒരു പള്ളിയുടെ പ്രശ്നമായിരുന്നില്ല, അത് മതപരവും സാംസ്കാരികവുമായ നമ്മുടെ നിലനിൽപ്പിൻ്റെ അസ്ഥിവാരം തന്നെ തകർക്കാനുള്ള നീക്കമായിരുന്നു എന്ന് പിന്നെ കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പിന്നെ മുത്തലാഖിൻ്റെ പ്രശ്നം വന്നു. ഒരു മുത്തലാഖ് നേരത്തെ തന്നെ നമുക്ക് അഭിപ്രായമുള്ളതല്ലേ, പിന്നെ ഇപ്പം എന്താ കുഴപ്പം? അപ്പൊ മുത്തലാഖ് മുതൽ യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് വരെ വിശ്വാസപരവും മതപരവുമായ നമ്മളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കമാണത് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ NRC CAA പ്രശ്നം വന്നു. അപ്പൊ രാഷ്ട്രീയമായ, അതിപ്പോ ഏതോ ഒരു നാട്ടിലെ ഏതോ വലിഞ്ഞു കയറി വന്നവന്റെ പൗരത്വത്തിന്റെ പ്രശ്നമല്ല, അത് ഇന്ത്യൻ മുസൽമാന്റെ രാഷ്ട്രീയമായ സ്വയം നിർണയ അവകാശം അപഹരിച്ചെടുക്കാനുള്ള നീക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഇപ്പൊ വഖഫിന്റെ പ്രശ്നം വന്നപ്പോ അത് വഖഫ് സ്വത്തുകളുടെ പ്രശ്നം മാത്രമല്ല, അത് ഇന്ത്യൻ മുസൽമാന്റെ സാമ്പത്തികമായ അടിസ്ഥാനങ്ങൾ ഇളക്കി, അടിത്തറ തന്നെ പുഴക്കി എറിയാനുള്ള, പിഴുതെറിയാനുള്ള ഒരു കുൽസിത നീക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെ വെവ്വേറെ കാര്യങ്ങളോ വേറെ പദ്ധതികളോ അല്ല. ഇതെല്ലാം കൂടി മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വം അപകടകരമായി കാണുന്ന ഒരു വിഭാഗത്തിന്റെ നീക്കമാണ് എന്ന് നിങ്ങൾ കാണണം. അതിനെതിരെ നടക്കുന്ന നല്ല ശ്രമങ്ങളിൽ നിങ്ങൾ സഹകരിക്കണം. ഇന്ത്യൻ മുസൽമാന്റെ നിലനിൽപ്പ് ഇത്രയേറെ അവതാളത്തിലാകുന്ന ഘട്ടത്തിൽ, ഹജ്ജിന്റെ സന്ദർഭത്തിൽ നിങ്ങളുടെ വൈയക്തികമായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദുആകൾ ഉണ്ടാകണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അപ്പൊ ഇത് കേവലം ആരാധനയുടെ വിഷയമല്ല. നമ്മുടെ ഈ ലബ്ബൈക്ക് ഉണ്ടല്ലോ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. റബ്ബേ, നീ വിളിച്ചപ്പോ ഞാൻ വന്നതാണ്. നീ വിളിക്കും പോലെ വിളിക്കാൻ നീയേ ഉള്ളൂ. നിന്റെ ഓർഡർ പോലെ എനിക്ക്, നിന്റെ ഓർഡർ പോലെ എന്റെ മുമ്പിൽ നിന്റെ ഓർഡറേ ഉള്ളൂ. വേറെ എന്നോട് കൽപ്പിക്കാൻ ആരുമില്ല. നിന്നെ വിലവെക്കാതെയും നിന്നെ ധിക്കരിച്ചുകൊണ്ടും ആര് ഓർഡർ ഇട്ടാലും അതിന് ഞാൻ കാതുകൊടുക്കൂല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ആധിപത്യവും നിനക്കാണ്. അത് അവിടെ പറയുന്ന അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. അപ്പൊ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മുഖാമുഖം നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തനിക്ക് ലഭിച്ച ചെറിയ ആധിപത്യത്തിന്റെ ബലത്തിൽ സംവാദത്തിൽ ഏർപ്പെട്ട ഒരു രാജാവിനെ പറ്റി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്. നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ചത്, ആ നമ്രൂദിന് അല്ലാഹു ലേശം അധികാരം കൊടുത്തിരുന്നു, അതിന്റെ തിണ്ണബലത്തിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് ഒരാളും ആധിപത്യത്തിന്റെ പേരിൽ നിഗളിക്കണ്ട, ഒരാളും മനുഷ്യന്റെ പരിധി വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. അതുകൊണ്ട് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്,
എല്ലാ സ്തുതികളും മുഴുവൻ അനുഗ്രഹങ്ങളും മുഴുവൻ ആധിപത്യവും റബ്ബേ നിനക്കാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സാംസ്കാരികമായ അടിത്തറ തകർക്കാൻ, നമ്മുടെ രാഷ്ട്രീയമായ അടിത്തറ തകർക്കാൻ, നമ്മുടെ സാമ്പത്തികമായ അടിത്തറ തകർക്കാൻ, നമ്മുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറ തകർക്കാൻ, ഇങ്ങനെ പല വിധേന നമ്മളുടെ അസ്തിത്വം തന്നെ പിഴുതെറിയാൻ കോപ്പ് കൂട്ടിയിരിക്കുമ്പോൾ നമ്മൾ അതിനോട് ജനാധിപത്യപരവും മാന്യവുമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും വേണം എന്ന് മാത്രമല്ല, എല്ലാം റബ്ബിനോട് പറയണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളുടെ ഈ മുസ്ലിം ഉമ്മയും ഒരു സജീവ വിഷയമാകണം. ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ പറ്റി നേരത്തെ സമീർ സാഹിബ് പറഞ്ഞു, ധാരാളം പ്രാർത്ഥിക്കണം. വേറെന്താ പണി? വെറുതെ റൂമിൽ കാല് നീട്ടിയിരുന്നിട്ടല്ല. നമ്മളെ പാത്തുമ്മക്കുട്ടിയുടെ മോളെ കല്യാണത്തിന്റെ കഥ അറിഞ്ഞോ? എന്ത് പ്രേമവിവാഹമാണത്രേ. എവിടെ ആരംഭിച്ചെന്നിട്ടേ ആവശ്യമില്ലാത്ത മുഴുവൻ സംസാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. നല്ല സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദ്വാകൾ, ദിക്റുകളും ദ്വാകളുണ്ടല്ലോ. ഒന്നും പറ്റൂലെങ്കിൽ മുസാഫ് എടുത്തിട്ട് ഓതുക. ഓതാൻ കഴിയാത്ത ആള് ഓതുന്നവന്റെ ഓത്ത് ശ്രദ്ധിക്കുക. കുറെ ഓതുമ്പോൾ ഉറക്കം വരുമ്പോൾ 2 റക്അത്തോ 3 4 റക്അത്തോ നിങ്ങൾക്ക് സാധിക്കുന്നത്ര സുന്നത്ത് നിസ്കരിക്കുക. ലേശം സംസം വെള്ളം കുടിക്കുക. വേണമെങ്കിൽ സൗകര്യം ആരോഗ്യം അനുവദിക്കും, അവിടുത്തെ സംവിധാനം അനുവദിക്കുമെങ്കിൽ തവാഫ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെയും ഓതാം. കുറച്ച് സമയം വെറുതെ തവാഫ് കണ്ടിരിക്കാം. ഇതൊക്കെ പുണ്യമാണ്. കഅബയെ അങ്ങനെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ മുഴുവൻ സങ്കടവും റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിരത്തി വെക്കാനുള്ള നല്ല അവസരമായിട്ട് ഹജ്ജിന്റെ വേളകളെ നിങ്ങൾ കാണണം. നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു വരി പോലും നിർബന്ധമായി ഇന്ന വരി ചൊല്ലിയില്ലെങ്കിൽ ഹജ്ജ് ബാത്തിൽ, അങ്ങനത്തെ ഒരു വരിയുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുന്നത് ചൊല്ലുന്നതും ഹജ്ജിൻ്റെ സന്ദർഭത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സങ്കടങ്ങൾ നിരത്തി പറയണം. ഓരോന്ന് എടുത്തു പറയണം. നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ടോ ആ മക്കളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവരെ കൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളും ഹലാലായ സ്വപ്നങ്ങളും എന്തോ അതൊക്കെ പറയണം. ഓരോരുത്തർക്ക് വേണ്ടിയും വെവ്വേറെ പ്രാർത്ഥിക്കണം. ളുഹറിന് ശേഷം പറഞ്ഞതൊക്കെ അസറിന് ശേഷവും പറയണം. പറ്റുമെങ്കിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ സങ്കട ഹർജി രാജാതിരാജന്റെ മുമ്പിലേക്ക് നിരന്തരമായിട്ട് ചെല്ലട്ടെ. മലയാളത്തിൽ പറഞ്ഞാൽ മതി. അറബിയിലുള്ള ദ്വാ പൊതുവായിട്ട് അറിയുമെങ്കിൽ അതൊക്കെ ചൊല്ലാം. സുന്നത്തിൽ സ്ഥിരപ്പെട്ടതേ ചെല്ലാവൂ. ഏതെങ്കിലും അവലംബിക്കുന്നത് പലപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മലയാളത്തിൽ ബാക്കി സങ്കട ഹർജി മുഴുവൻ മലയാളത്തിൽ അങ്ങ് നിരത്തി റബ്ബിന്റെ മുമ്പിൽ വെക്കണം. ഒന്നുകിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു വിപത്ത് തട്ടിമാറ്റും, അല്ലെങ്കിൽ ഇതൊരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തും. 3-4 രീതിയിൽ ഉത്തരം കിട്ടാത്ത ഒരു ദുആയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. ധാരാളമായിട്ട് നമ്മളുടെ വ്യക്തിപരമായ കാര്യം, നമ്മളുടെ സ്വർഗത്തിൻ്റെ വിഷയം, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിൻ്റെ പ്രശ്നം, നമ്മളുടെ മക്കളുടെ കാര്യം, അവരുടെ തൊഴിലിൻ്റെ വിഷയം, അവരുടെ പഠനം, കൃഷി, വാണിജ്യം, വ്യവസായം, എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ, കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം, വളർത്തു മൃഗങ്ങളുടെ വിഷയം, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ മുഴുവനുണ്ടല്ലോ. ഇത് മലയാളത്തിൽ അങ്ങ് പറയാ ഇരുന്നിട്ട് റബ്ബിനോട് അങ്ങനെ നിങ്ങളൊന്നാണ്ട് പ്രാർത്ഥിച്ചു നോക്ക്. കുറച്ച് നേരം അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുറ്റുവട്ടം തന്നെ അങ്ങ് മറക്കും. ഒരു സൈബർ സ്പേസ് എന്ന് പറയാം ഇന്റർനെറ്റിന്റെ ഭാഷയിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ അങ്ങോട്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ചിലപ്പം കരച്ചിൽ വരും. നമ്മൾ അങ്ങനെ ഇരുന്ന് തേങ്ങുന്നുണ്ടാവും. അത് അയാൾ കാണുമോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ തേങ്ങുന്നത്. ഈ മൊബൈലൊക്കെ കുറച്ചൊക്കെ ഉപയോഗമൊക്കെ ഒന്ന് കുറക്കണം. സെൽഫി എടുക്കലും അങ്ങനെ ഉണ്ടല്ലോ. ഞാനൊരു പ്രാവശ്യം ഈ ഹജ്ജ് യാത്രയിൽ പോയപ്പോൾ ഈ ഹജറുൽ അസ്വദിൻ്റെ അടുത്തെത്തുമ്പോൾ, ദുൽഹജ്ജ് 10 ഏറ്റവും തിരക്കുള്ള ദിവസം, ഹജറുൽ അസ്വദിൻ്റെ അടുത്തെത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട്, എല്ലാവരും അല്ല പൊതുവെ എല്ലാവരും നമ്മൾ ഇങ്ങനെ ആ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് കയ്യുയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമല്ലോ. അങ്ങനെ ഒരു റൗണ്ടിന് തിരിഞ്ഞ് ആ ഭാഗത്തെത്തുമ്പോൾ എല്ലാവരും അങ്ങോട്ട് കയ്യുയർത്തുന്നുണ്ട്. എല്ലാവരും തന്നെ കുറേ അധികം ആളുകൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്, അപ്പോൾ അവിടുത്തെ ഏതോ ഒരു വലിയ TV-യുടെ ലൈവ് ബ്രോഡ്കാസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ആ TV ക്യാമറയുടെ മുമ്പ് അങ്ങോട്ടും ഉണ്ട്. ഇവിടെ ഹജറുൽ അസ്വദ് എത്തുമ്പോൾ ഇങ്ങോട്ടുമുണ്ട്, അവിടെ എത്തുമ്പോൾ അങ്ങോട്ടുമുണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടിയല്ല ഈ ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സൗകര്യങ്ങളും സംവിധാനങ്ങളും എന്തൊക്കെ ആയാലും നമ്മൾ ഇബ്രാഹിം നബിയുടെ കാലത്തെ ഹജ്ജിൻ്റെ സംസ്കാരത്തിലേക്ക് അങ്ങ് വരണം. എല്ലാം ഊരി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആകെ 1 ഉടുത്തും 1 പുതച്ചു, അത്രയേ ഉള്ളൂ. വലിയ സന്നാഹങ്ങളും സങ്കീർണതകളൊന്നുമില്ല. ഫോൺ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. കാരണം തമ്മിൽ വിളിക്കാനും ബന്ധപ്പെടാനും അനിവാര്യമായിരിക്കും. ഫോണ് സൈലന്റ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ നോക്കേണ്ടതും ആവശ്യമായിരിക്കും, വിശേഷിച്ച് കൂട്ടം തെറ്റി എന്നൊക്കെ തോന്നുമ്പോൾ.
അല്ലാതെ ആത്മീയ നിർവൃത്തിയിൽ നടന്നാൽ കൂടുള്ളവർ അടങ്ങാറായി പോകും. പക്ഷേ ആത്മീയമായ ആ ഒരു ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഹാവഭാവങ്ങളിൽ കെട്ടുകാഴ്ചകളിൽ നമ്മൾ പെട്ടുപോകരുത്. അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ കർമ്മങ്ങൾ നിർവഹിക്കാനാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ മുതൽ ഇതുവരെ കേട്ട ഓരോ നിർദ്ദേശവും ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് അതിൻ്റെ സ്പിരിറ്റോടെ മനസ്സിലാക്കിയിട്ട് നിർവഹിക്കാൻ ഓരോരുത്തരും പ്രയത്നിക്കണം. അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. നമ്മൾ ഒരു നാൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഇതിനോട് സമാനമായ ഒരു രൂപത്തിലുള്ള വേഷവിധാനത്തോടെ പുറത്തിറക്കപ്പെടും. അന്ന് എങ്ങനെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നാണോ നമ്മൾ യഥാർത്ഥത്തിൽ കൊതിക്കുന്നത്, അങ്ങനെ പുറത്തിറങ്ങാൻ ഈ ഹജ്ജിന് വേണ്ടിയുള്ള ഇറക്കം അങ്ങനെ ആക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഏറെക്കുറെയൊക്കെ സലാമത്താവും. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് നിന്റെ ഹബീബായ റസൂലിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ ചൈതന്യത്തോടെ ഉംറയും ഹജ്ജും മഖബൂലും മബ്റൂറുമായ രീതിയിൽ നിർവഹിച്ച് സുരക്ഷിതമായി തിരിച്ചു വരാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഈ തീരുമാനം നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ നാഥ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല മുറാദുകളും നീ സഫലമാക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരിൽ ചിലർ ഹജ്ജ് ചെയ്തവരാണ്, പലരും ഹജ്ജ് ചെയ്യാത്തവരാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മളുടെ ഈ യാത്രയിൽ നിർവഹിക്കുന്ന ഓരോ ദുആയും ഒന്നൊഴിയാതെ അതിൻ്റെ പ്രതിഫലം ധാരമുറിയാതെ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, പൊടുന്നനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പ്രതിസന്ധികളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ, മാരകമായ എന്തെങ്കിലും രോഗങ്ങളുടെ ബീജങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ നീ തന്നെ അത് കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ, ലോകത്ത് വിശ്വാസി സമൂഹം പല നിലക്കുള്ള വെല്ലുവിളികൾക്ക് വിധേയമാണ്. അങ്ങനെ ഉന്മൂലന ഭീഷണികൾക്ക് മുമ്പിൽ പതറി നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന സഹോദരങ്ങൾ വരെ ഞങ്ങളുടെ നാട്ടിലുണ്ട് അല്ലാ. അവർക്ക് നീ നേർവഴി കാണിച്ചു കൊടുക്കണേ റബ്ബേ. നിന്റെ ദീനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദീനിന്റെ വഴിയിൽ നിന്റെ മാർഗത്തിൽ മുന്നേറി ഈ സമൂഹത്തിനെ തന്നെ മാറ്റിയെടുക്കാനുള്ള പ്രയത്നങ്ങളിൽ പക്വതയോടെ ഏർപ്പെടാനുള്ള ദീർഘദൃഷ്ടി ഞങ്ങളുടെ ജനതക്ക്, ഞങ്ങളുടെ സമുദായത്തിന് നൽകണേ അല്ലാ. പ്രബോധകരെന്ന നിലക്കുള്ള ചുമതല ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നവരായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരിൽ നീ നേരത്തെ തിരിച്ചു വിളിച്ചവരുണ്ട്. അവരോട് കരുണ കാണിക്കണേ റബ്ബേ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ രോഗികളായവരുണ്ട്, രോഗശയ്യയിലായവരുണ്ട്. അവർക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകണേ നാഥ. ആരോഗ്യമുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരെ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ എക്കാലവും അവരോട് കരുണ കാണിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അന്യരാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവർ, അവർക്കൊക്കെയും നിന്റെ ഒരു കാവലുണ്ടാവണേ അല്ലാ. പല രീതിയിലുള്ള വെല്ലുവിളികളും ഭവിഷ്യത്തുകളും നിരന്തരമായ പ്രകോപനങ്ങളും ഒക്കെ ഞങ്ങളുടെ തലമുറകളെ കാത്തിരിക്കുകയാണ്. അവരെ ഏതവസ്ഥയിലും ഇസ്ലാമികമായ ചിട്ടയിൽ നിന്ന് പതറാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെയും അവരെയും പൂർവസൂരികളായ മഹാന്മാരായ ആളുകളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ومولاها أنت ربها ووليها ومولاها يا أرحم الراحمين. اللهم إنا نسألك حبك وحب من يحبك وكل عمل
عمل يقربنا إلى حبك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.